സ്വാമി ശരണമയ്യപ്പോ 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 ശരണമയ്യപ്പോ സ്വാമി ശരണമയ്യപ്പോ എല്ലാവരും തൊഴുതോളൂ. സ്വാമി സ്വാമി ശരണമയ്യപ്പോ സ്വാമി ശരണമയ്യപ്പോ സ്വാമി ശരണമയ്യപ്പോ സ്വാമിയേ ശരണമയ്യപ്പോ സ്വാമിയേ ശരണമയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണമയ്യപ്പോ സ്വാമി ശരണമയ്യപ്പോ കണ്ണൻ സ്വാമി ഇനി തിരിഞ്ഞു നോക്കാതെ പൊക്കോളൂ. ഇയാളെങ്ങനെ മല കയറുമെന്തോ? കേറുകയോ കേറാതിരിക്കയോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഏട്ടനോടുള്ള സ്നേഹം, അടങ്ങാത്ത സ്നേഹം. മോളെ ആ ഗേറ്റിൽ നിന്ന് ഇങ്ങോട്ട് നടക്ക്. നിമിത്തമായിട്ട് വാ. ഞാൻ നിമിത്തം വരണോ? ഞാൻ വരുന്നതാണ് നല്ലത്. വേണ്ട, മഹി വന്നാ മതി. മഞ്ജും വാ. അയ്യോ വേണ്ട, എടുത്ത് പോയാ മതി. മഞ്ജു കൂടെ ചെല്ല്. വേഗം ആവട്ടെ മോളെ. ഈ പോക്ക് പൊളിഞ്ഞ അവളെ എണ്ണം കെട്ടവളാന്ന് നമുക്ക് മുദ്ര കുത്താം. അവളെ മാത്രമല്ല, കൂടെ പോയവളെ. ചെല്ലടി, ചെന്ന് ആശ്വസിപ്പിക്ക്. പിന്നെ സങ്കടപ്പെട്ട് പോയി ഏട്ടത്തെ തല്ലണോ? അതുകൊണ്ടാ തലോടാൻ പറഞ്ഞത്. ചിലപ്പോ തടവയും തലോടെയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്കാർക്കും ഒരു നഷ്ടമില്ലല്ലോ.
തല തിരിഞ്ഞ് ഇനങ്ങളാ. അവരോട് തർക്കിക്കണ്ട. തലതിരിഞ്ഞത് ആർക്കൊക്കെയാണെന്നേ എല്ലാവർക്കും അറിയാം. എടാ, അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാനാ ഞാനിപ്പോ നോക്കുന്നത്. ആ സമയത്ത് അവളെ ആരും ചൊടിപ്പിക്കണ്ട. ഏട്ടത്തി, എത്ര പറഞ്ഞിട്ടും എരുമേലി വഴി കാൽനടയായിട്ടേ പോകുന്നുള്ളൂ എന്നുള്ള വാശിയായിരുന്നു. പിന്നെ അയ്യപ്പന്റെ കാര്യല്ലേ, ഒരുപാട് എതിർക്കാനൊന്നും പറ്റില്ലല്ലോ. ഏട്ടത്തി ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ടാ ഞാൻ കൂട്ടുനിൽക്കാന്ന് പറഞ്ഞ്. എന്റെ അമ്മയും ആങ്ങളെയും കരുണയിടത്തേക്ക് ഇവിടെ ഉണ്ടെങ്കിലും അവരാരും ഏട്ടത്തിയുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ലല്ലോ. അപ്പൊ പിന്നെ ഈ വീട്ടിനകത്തിപ്പോ ഏട്ടത്തി ഒറ്റയ്ക്ക് തന്നെയാ. അങ്ങനെയുള്ളപ്പോ ഒരു കൂട്ട് വേണം. അന്നെന്റെ കുഞ്ഞിനെ കളയാൻ പറ്റാത്തതിന്റെ നിരാശയില ഇവിടെ ഉള്ളവര്. അതുകൊണ്ട് ഇന്ന് കുഞ്ഞിനെ കളയാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കലക്കി തരുമെന്ന കാര്യം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. സ്വന്തം മോളോട് പോലും എന്റെ അമ്മ ഇങ്ങനെയൊക്കെയാ. അപ്പൊ പിന്നെ മരുമോളുടെ കാര്യം പറയണ്ടല്ലോ. എന്റെ വീട്ടിലിപ്പോ ആരുമില്ല എടുത്തി. വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ അനന്തവേട്ടന്റെ വീട്ടിലേക്ക് പോവാനിരിക്കായിരുന്നു. ഇടയ്ക്ക് നിന്റെ വീട്ടിലേക്കും വരാം മഞ്ജു. എവിടേക്ക് വന്നാലും കണ്ണേട്ട മടങ്ങിയെത്താതെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അയ്യപ്പ ദർശനം കഴിഞ്ഞിട്ട് കണ്ണേട്ടം വിളിക്കെങ്കിലും വേണം. ഏട്ടനും ഏട്ടത്തെയും എന്തെല്ലാം പ്രതിസന്ധിയിലൂടെയാ ഇത്രയും ദൂരം താണ്ടി വന്നത്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 1 വർഷം ആവാറായി. അതിനിടയില് എത്ര തവണ മരണം മുഖാമുഖം കണ്ടു കഴിഞ്ഞു. അമ്മയും ആങ്ങളെയൊക്കെ ഏട്ടനെ ഏട്ടത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ചില്ലെന്ന് പറഞ്ഞാലും ഒരു സമയത്ത് അവർക്കൊപ്പം നിന്ന് എനിക്ക് അങ്ങനെ ചെയ്തെന്നറിയാം. അന്നതിനൊക്കെ ഞാനും കൂട്ടായിരുന്നല്ലോ. അതിപ്പോ മഞ്ജു പറഞ്ഞില്ലേലും അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കും കണ്ണേട്ടനുണ്ടല്ലോ. കണ്ണേട്ടൻ ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് കരുതിയാ കണ്ണേട്ടൻ ഇവിടെ ആരും കൊല്ലാതിരുന്ന്. ഭാവിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ കണ്ണേട്ടൻ എന്നൊരു ആങ്ങള മഞ്ജുനുണ്ടാവില്ലായിരുന്നു. പക്ഷേ കണ്ണേട്ടൻ എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്നതുകൊണ്ടും സ്നേഹിക്കുന്നതുകൊണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇന്ന് എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് വ്രതമെടുത്ത് നടക്കുന്നവരൊക്കെ കാണും ഞാൻ പറഞ്ഞ കാഴ്ച. കണ്ണേട്ടനും ഏട്ടത്തെയും നിങ്ങളുടെ കുഞ്ഞിനെ മടിയിലിരുത്തി ലാളിക്കുന്നത്. വിവാഹം കഴിഞ്ഞ ഏത് പെൺകുട്ടികളും കുഞ്ഞുങ്ങളെ ലാളിക്കാൻ ആഗ്രഹിക്കും. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിൽ അതൊന്നും അല്ല മഞ്ജു. ആയുരാരോഗ്യ സൗഖ്യത്തോടെ കണ്ണേട്ടൻ എന്റെ അരികിൽ വേണം. അതിനെന്റെ അയ്യപ്പ സ്വാമി കടാക്ഷിക്കണം. അതെ, ആ അണുവീട തെറ്റാൻ പാടില്ല. വീൽ ചെയറിലിരിക്കുന്ന ഒരുത്തനെ കൊല്ലാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ കൂടെ വരുന്നവനാണ് കുഴപ്പക്കാരൻ. ഇരട്ടച്ചങ്കനാണെന്ന് പറയുന്നതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല.
പറയുന്നതിനനുസരിച്ചിട്ടുള്ള ശക്തിയും ബുദ്ധിയും ഉള്ളവനാണവൻ. അതുകൊണ്ട് നമ്മുടെ ജോലി ഇരട്ടിയായിരിക്കും. ആ ബോധത്തോടെ വേണം നമുക്ക് നീങ്ങാൻ. എന്നാ പിന്നെ കേറ്. നിനക്ക് ചെറിയച്ഛൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടായതുകൊണ്ട് മാത്രമാ ഞാനും മലയ്ക്ക് പോകാതിരുന്നത്. അല്ലെങ്കിൽ ഞാനും കൂടി പോകേണ്ടതാ. സാരമില്ല അനന്തോട്ട, അവർക്കൊപ്പം ഇതിപ്പോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. മാർക്കോയ്ക്കും ലോപ്പസിനും ഒപ്പം സാഗറും കൂടെ പോവല്ലേ. എന്നാലും ഞാൻ കൂടെ പോകുന്നത് പോലെ അല്ലല്ലോ ലേഖ. അവരെത്തിയിട്ടുണ്ട്. അയ്യപ്പസ്വാമിക്ക് ഞങ്ങളുടെ വകയായിട്ട് ഇതാ ഇതിട്ടേര്. കണ്ണേട്ടന്റെ കാലിന് ചലനശേഷി കിട്ടാൻ വേണ്ടിട്ട് അയ്യപ്പനെ പ്രാർത്ഥിച്ച് ആ വിഗ്രഹത്തിന് മുന്നിൽ ഒഴിഞ്ഞു വെച്ച പൈസയാണ്. എനിക്ക് വരാൻ പറ്റാത്തതിൽ വലിയ വിഷമമുണ്ടോടാ. നിന്റെ സാഹചര്യം അതായി പോയില്ലേ? ദേ, തടിമാടന്മാരായിട്ടുള്ള 3 പേരാ എനിക്ക് അകമ്പടി വരുന്നത്. അതാ ഒരു സമാധാനം. ആ മാർക്കോ, ശരിക്കും നോക്കിക്കോളേ. കണ്ണേട്ടൻ അമിത ആത്മവിശ്വാസത്തില. പക്ഷെ ഇപ്പോഴും മല കയറാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടോന്നറിയില്ല. ലേഖയെ നല്ല ആരോഗ്യമുണ്ട്. ഞാൻ രാവിലെ മുറി അടച്ചിട്ട് സൂര്യ നമസ്കാരം വരെ ചെയ്തു തുടങ്ങി. അല്ലെങ്കിലും നിനക്ക് അയ്യപ്പ ദർശനം കൊണ്ട് ഗുണമേ കിട്ടത്തുള്ളൂ. കാരണം നിന്റെ വലതുകാലിന്റെ ചെറിയ സ്വാധീനക്കുറവ് ഈ യാത്രയോടെ ഇല്ലാതാവുമെന്ന എന്റെ വിശ്വാസം. അങ്ങനെ തന്നെ മഹിയും പറഞ്ഞത്. അല്ല, കണ്ണേട്ടനിപ്പോ എരിമേലി വഴി അയ്യപ്പ ദർശനം കഴിഞ്ഞിട്ട് 2 ദിവസം എടുക്കില്ലേ തിരിച്ചു വരാൻ? അപ്പൊ പിന്നെന്തിനാ മഹി അവിടെ നിൽക്കുന്നത്? ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നൂടെ? അവിടെ കൂട്ടിന് മഞ്ജുണ്ട്. എങ്കിലും ഇടയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരും. പിന്നെ മഞ്ജുന്റെ വീട്ടിൽ അവളും ഒറ്റയ്ക്കല്ലേ, അവിടെയും പോയി നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇരുമുടിക്കെട്ടുമായിട്ട് ഇറങ്ങിയപ്പോ മുതല് അയാളുടെ പ്രിയപ്പെട്ട അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ ദീപം ജ്വലിച്ചുകൊണ്ടിരിക്കുക. അത് കെട്ടുപോകരുതെന്ന് അയാൾക്ക് നിർബന്ധം. അയാൾ അവിടുന്ന് മാറിയെന്ന ആ ദീപം ഊതിക്കെടുത്താൻ അവിടെ ആൾക്കാരുണ്ടല്ലോ, അതും അയാൾ ഭയക്കുന്നുണ്ട്. എടാ, അങ്ങനെ ഊതിക്കെടുത്തുവാണെങ്കിൽ അത് ചെയ്യുന്നവർക്കേ തിരിച്ചടി കിട്ടൂ, അല്ലാതെ നമുക്കൊന്നും കിട്ടില്ല. എങ്കിലും അതിനകത്ത് എണ്ണ ഒഴിക്കാനും മറ്റും ആൾ വേണ്ടേ? നീ ഇല്ലാത്തപ്പോ അവിടെ മഹി നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല. ഞാൻ വിളിച്ചോളാം മഹിയെ. ഇനി വന്നില്ലെങ്കിൽ അവിടെ പോയി കൂട്ടിക്കൊണ്ടു വന്നോളാം. ആ കെടാവിളക്കും അയ്യപ്പ വിഗ്രഹവും അവിടുന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. വിളക്കണയാതെ ഞാൻ കൊണ്ടുവന്നോളാം. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ടിരണം. നല്ലൊരു യാത്ര ആശംസിക്കുക. യാത്രയിലുടനീളം അയ്യപ്പ സ്വാമി നിന്റെ കൂടെ ഉണ്ടാവട്ടെ. ശരി ശരി. പോ. ശരി എന്നാ പോയിട്ട് വരാം. സ്വാമിയേ ശരണമയ്യപ്പ.
മഹി വാശി പിടിക്കും, വരുന്നില്ല എന്നൊക്കെ പറയും. അത് നമ്മൾ കാര്യമാക്കണ്ട. നീ ആദ്യം വിളിച്ചു നോക്കണം. വന്നില്ലെങ്കിൽ നീ പറഞ്ഞ പോലെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇനിയിപ്പോ മഹി വന്നില്ലെങ്കിലും നമുക്ക് അവിടെ തന്നെ താമസിക്കാം. കണ്ണന്റെ വീടല്ലേ, അവിടുന്ന് നമ്മളോട് ഇറങ്ങി പോകാനൊന്നും ആരും പറയില്ല. അത് വേണോ അനന്തേട്ടാ? അവൾ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപകടം തന്നെയാ. അഞ്ചു മണിക്ക് മുമ്പേ നമ്മൾ എരുമേലിയിൽ എത്തണം. എങ്കിലേ അവിടെ നിന്ന് കയറ്റി വിടത്തുള്ളൂ. ഇതിപ്പോ എരുമേലി ആയല്ലോ. ആയി. വളരെ നേരത്തെയാ നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ. എങ്കിലും നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഇരുട്ട് വീഴും. അധികം കയറ്റമില്ലാത്ത കാട്ടിലൂടെയാ ഞാൻ സാറിനെ കൊണ്ടുപോകാൻ പോകുന്നത്. പക്ഷെ കുറച്ച് അപകടം പിടിച്ച റൂട്ടാ. മാർക്കോ, നിങ്ങൾ മൂന്നാളും കൂടെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ ആരെ പേടിക്കാനാ? അതിലുപരി അയ്യപ്പസ്വാമി നമ്മുടെ കൂടെ ഉണ്ടെന്നാ എന്റെ വിശ്വാസം. അതൊരു ചെറിയ കാര്യമല്ല. മഹാലക്ഷ്മിയുടെ പ്രാർത്ഥനയും അങ്ങനെ പലരുടെയും പ്രാർത്ഥന നമുക്കൊപ്പം ഉണ്ട് സാറേ. അതാണ് എൻ്റെയും ധൈര്യം. നമ്മൾ ഒരു പ്രതിസന്ധികളും ഇല്ലാതെ മല കയറും, സന്നിധാനത്തിലെത്തും. പിന്നെ 10-20 വർഷങ്ങൾക്ക് ശേഷം സാറ് സ്വാമിയെ കാണുകയും ചെയ്യും. ഇത് കുറച്ച് സാഹസമായി പോയില്ലേ? ഇത്രയും ദൂരം സാറിന് നടത്തിക്കണമായിരുന്നു. കുഴപ്പമില്ല, അത്രയും ദൂരമുണ്ട് ഞാനും അയ്യപ്പസ്വാമിയും തമ്മിൽ. അപ്പോ എരുമേലി എന്തെങ്കിലും നടന്നു കയറിയേ പറ്റൂ. ഇത്തവണ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പോവുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ കാൽനടയായിട്ടായിരിക്കും വീട്ടിൽ നിന്ന് പമ്പയിലേക്ക് എത്താൻ പോകുന്നത്. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ. സ്വാമിയേ. കുറച്ച് കഴിയുമ്പോ പോലീസുകാർ തടയും, പിന്നെ നടക്കാൻ പറ്റില്ല. ആ സമയത്ത് പോവാൻ നമുക്ക് മറ്റൊരു റൂട്ടുണ്ട്. സ്വാമി, അത് കാടാണ്. എന്താ, ഈ കാട്ടിലൂടെ നീ എനിക്കിപ്പം വന്നിട്ടില്ലേ ഇതിനു മുമ്പ്? വന്നിട്ടൊക്കെ ഉണ്ട്. ആ, പിന്നെ സാറുള്ളതാണ് ഒരു പേടി. എനിക്കൊരു പേടിയുമില്ല. ഇപ്പൊ എനിക്ക് സംഭവിച്ചതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ഞാനിപ്പോ നിങ്ങൾക്കൊപ്പം നടക്കുകയല്ലേ, അതും പരസഹായം ഇല്ലാതെ. അതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യങ്ങളേ അല്ല. സാറേ, ഇവിടെ അട്ടയുണ്ട്. അത് കടിച്ചു കഴിഞ്ഞാലേ നമ്മൾ അറിയത്തില്ല. പക്ഷെ ബ്ലഡ് മുഴുവൻ അവന്റെ ഉള്ളിലായി പോകും. അറിയാം. പക്ഷേ ഈ സീസൺ സമയത്ത് അതങ്ങനെ ഉപദ്രവിക്കില്ലെന്നാ പറയുന്നത്. ഇല്ല, എങ്കിലും നമ്മളെ റൂട്ട് മാറുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കണം. പിന്നെ ആ അട്ട ബ്ലഡ് കുടിക്കുന്നതും നല്ലതാണെന്നും ഒരു പറച്ചിലുണ്ട്. അശുദ്ധ രക്തമാണത് കുടിക്കാറെന്നാ പറയാറ്. ആഹാ, എന്നാ പിന്നെ കുറച്ച് കുടിച്ചോട്ടെ.
അല്ല സാറിനെ പിടിക്കണ്ടല്ലോ. ആ അങ്ങനെ പറയുന്നതാണ് എനിക്ക് പ്രയാസം. എന്നെ എന്തിനാ പിടിക്കുന്നേ? വലതുകാലിന് ചെറിയ മുടന്നുണ്ട്, എങ്കിലും ഇപ്പൊ എനിക്ക് എണീറ്റ് നടക്കാമല്ലോ സാഗറേ. അതിൽ പരം ഒരു ഭാഗ്യവും പുണ്യവും എനിക്കിനി കിട്ടാനില്ല. ശരണം വിളിച്ച് നടന്നാലേ നടത്താൻ അറിയത്തില്ല. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ